ഹലോ, നല്ല നമസ്കാരം. മിഷൻ ഇമ്പോസിബിൾ ഇത് ഫൈനൽ റിക്കഗ്നിങ്. എനിക്ക് പൊതുവെ മിഷൻ ഇമ്പോസിബിളിൻ്റെ ആ ഒരു ഫാനാണ്. അതോടൊപ്പം തന്നെ ടോം ക്രൂസിൻ്റെ ബിഗ് ഫാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. പക്ഷേ എനിക്ക് ഈ സിനിമ വളരെയധികം നിരാശ സമ്മാനിച്ചു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ പ്രശ്നങ്ങൾ ആണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് ഷെയ്ഡ് വളരെ സ്ട്രോങ് അല്ലാതെ ആയിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്റ്റോറിയും അത്ര ദഹിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഒരു 100% ഒരു തൃപ്തി നൽകുന്ന രീതിയിലായിരുന്നു ഈ സിനിമയുടെ സ്റ്റോറി ബോർഡ്. അങ്ങനെ ആക്കേണ്ടതായിരുന്നു. കാരണം അവസാനത്തെ സാധനമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീരീസ് മുഴുവനും കാണുന്നവർക്ക് ഒരു തൃപ്തി ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി ഇതിൻ്റെ ഒരു സീരീസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഗംഭീരമാക്കാനുള്ള ഒരു ശ്രമം ക്രിസ്റ്റഫർ കാണിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ബാക്കി ഒരു 1 ടൈം വാച്ചബിൾ, അതിനപ്പുറം ഇല്ല. ഒരു 7.5 അതിനപ്പുറം റേറ്റിംഗ് കൊടുക്കാനും കഴിയാത്ത ഒരു സിനിമയായിട്ട് എനിക്ക്. ചുരുക്കത്തിൽ ടോം ക്രൂസിൻ്റെയും ഏതൻ ഹണ്ടിൻ്റെയും വിടവാങ്ങൽ സിനിമയാണല്ലോ ഇത്. കാരണം ഇത് ഫൈനൽ കട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള പ്രൊമോഷൻസും അതോടൊപ്പം തന്നെ ഹൈപ്പിനും അനുസരിച്ചിട്ടുള്ള ഒരു സാധനം ഈ സിനിമയ്ക്കകത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് എനിക്ക് ഈ സിനിമയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ഈ കുറേച്ച് എയുടെ സാധനമുണ്ടല്ലോ, എൻറ്റിനിറ്റീസ്, അതിൻ്റെ ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇത്തിരി നെഗറ്റീവായിട്ടും അതോടൊപ്പം തന്നെ എയുടെ ആ ഒരു മെറ്റാ സാധനമൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് സ്ട്രോങ് അല്ല അത് തോന്നിയിട്ടുണ്ട്. ആ നെഗറ്റീവ് ഷെയ്ഡ് മൊത്തത്തിൽ ഒരു സ്ട്രോങ് അല്ലായ്മയായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ സിനിമ എനിക്കത്ര കണ്ട് ദഹിക്കാത്തത്. ഇതിൻ്റെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ ബെസ്റ്റ്. സ്പെഷ്യലി ഡ്രെയിൻ്റെ അതിൻ്റെ കുറേ സീനുകളുണ്ടല്ലോ, അത് നല്ല കിടിലം സാധനമായിരുന്നു. അതോടൊപ്പം തന്നെ ഫ്ലൈറ്റിൽ ഒരു ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു ബൈക്കിൻ്റെ ആ സ്റ്റണ്ടൊക്കെ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നി. അത് ടോം ക്രൂസ് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അദ്ദേഹം ആക്ഷൻ സീക്വൻസ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ആക്ഷനിൽ ടോം ക്രൂസ് ഇത്രയും വയസ്സായില്ലേ, എന്നിട്ടും അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് തന്നെ അത് പെർഫോം ചെയ്യാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫോർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ടെക്നിക്കൽ സൈഡ് ബെസ്റ്റായിട്ട് തോന്നിയത് VFX, ക്യാമറ വർക്ക്, മ്യൂസിക്, ആക്ഷൻ, ഇത്രയും സാധനം മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെർഫോമൻസ്, ഇമോഷൻസ്, ആക്ഷൻ, ഇങ്ങനെയുള്ള ചില പോസിറ്റീവ് സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സിനിമ ഒരു വട്ടം കാണാവുന്നതാണ്. പിന്നെ മറ്റ് സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതത്ര പോരാ. ഇതാണ് ഏറ്റവും ഡൗൺ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത്രയേ ഉള്ളൂ. താങ്ക് യു.